ഹേ ഗൈസ്, നിങ്ങൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലുള്ള ഒരു ഓൾഡർ PC സെറ്റപ്പ് ആണോ? എങ്കിൽ ഇതെടുത്ത് കളയേണ്ട നേരമായി എന്ന് പലരും പറയും. പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല. കാരണം എന്താണെന്നറിയാവോ? ഇതിനകത്ത് നമ്മുടെ എപ്പിക് GTA San Andreasഉം GTA Vice Cityയും GTA 3 ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. അറിയാവോ? അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ 5 ടിപ്സ് നമ്മൾ നേരത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കാണാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മുടെ ഗെയിമിൽ തന്നെയുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ GTA San Andreasോ Vice Cityയോ ഏതാണോ ആ ഗെയിം അതെടുക്കുക. താണ്ട് ഇവിടെ എല്ലാ GTA ഗെയിംസിനും നമ്മുടെ സ്റ്റാർട്ട് ഗെയിമിൻ്റെ താഴെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡിസ്പ്ലേ സെറ്റപ്പിലേക്ക് പോവുക. അപ്പോഴേക്കും നമുക്കിവിടെ ധാരാളം ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഇതൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ലെജൻഡ് ഓഫാക്കി ഇടുക. പിന്നെ റഡാർ മോഡ് മാപ്സ് ആൻഡ് ബ്ലിപ്സിൽ തന്നെ ഇടുക. HUD മോഡ് ഓഫാക്കുക. സബ് ടൈറ്റിൽ മോഡ് ഓഫാക്കുക. സ്റ്റോർ ഗാലറി ഫോട്ടോസ് നമ്മുടെ കയ്യിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം അത് ഓണാക്കുക. ബട്ട് ഞാൻ ഓഫാക്കുകയാണ്. ഇത് ഓഫാക്കി കൊടുക്കുക. പിന്നെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രോ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അത് നമ്മൾ മിനിമം ആക്കി ഇടുക. അതായത് ഒരു 3 ബിറ്റൊക്കെ ആക്കി ഇടുക. പിന്നെ ഫ്രെയിം ലിമിറ്റർ ഓൺ ആക്കി കൊടുക്കുക. പിന്നെ വൈറ്റ് സ്ക്രീൻ ഒന്ന് ഓഫാക്കി കൊടുക്കുക. പിന്നെ വിഷ്വൽ എഫക്ട്സ് ക്വാളിറ്റി ലോയിൽ ഇടുക. മിപ്പ് മാപ്പിങ്ങും ഓഫാക്കി ഇടുക. പിന്നെ ആൻറ്റി അലൈസിങ്ങും ഓഫാക്കി തന്നെ ഇടുക. റെസൊല്യൂഷൻ നമുക്ക് പറ്റുന്ന അത്രയും താത്തി ഇടുക. ഇപ്പോൾ ഒരു 500 ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡാണ് കണ്ടോ. അപ്പോഴേക്കും നമ്മുടെ റെസൊല്യൂഷനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗെയിം അത്യാവശ്യം ഒരു 20+ FPS ലാഗില്ലാതെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയും ഈ 5 സ്റ്റെപ്പിലെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണിത്. ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. സോ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോയ്ക്ക് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോഴത്തേക്കും ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.